ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് ബിരിയാണിയാണ്. മസാലകളുടെ അതിപ്രസരമില്ലാത്ത, ആർഭാടങ്ങളില്ലാത്ത ഒരു തനി നാടൻ ബീഫ് ബിരിയാണി. അതോടൊപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തി വിട്ടേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ നാടൻ ബീഫ് ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 കിലോ ബീഫ് 18 കഷ്ണമായിട്ട് 18 പീസായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കിലോ ഉള്ളി, 1/4 കിലോ തക്കാളി, 1 നാരങ്ങ, കുറച്ച് കരിവേപ്പില, മല്ലിച്ചപ്പ്, കുറച്ച് പുതിനച്ചപ്പ്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ. ഇതാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടത്. ഇനി നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന സംഭവങ്ങളാണ് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പശു നെയ്യ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ്. അപ്പോൾ നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് ഈ ഉള്ളി വളരെ ചെറുങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഉള്ളി, തക്കാളിയൊക്കെ നൈസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യം. ആദ്യം ഈ ബീഫിനെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളത്തിൽ കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊന്ന് ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മിക്സ് ചെയ്ത് നമ്മുടെ പച്ച മസാല ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം ആദ്യം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇറച്ചിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഈ ഉള്ളിക്ക് കണക്കായിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇറച്ചി നമ്മൾ ഉപ്പിട്ട് വേവിച്ചാണ്, അപ്പോൾ ഈ ഉള്ളി മസാലയ്ക്ക് കണക്കായിട്ടുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഉള്ളി ഒരു പകുതി വാടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരട്ടെ. നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി നമ്മുടെ വാടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി പകുതി വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി തക്കാളിയും കൂടെ ഒന്ന് വാടി വരട്ടെ. അതെന്തായാലും ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പോൾ നമുക്കതിനെ ചെറിയ തീയിൽ വാട്ടിയെടുക്കാം. ബീഫ് ബിരിയാണി മസാലയുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഈ ഗരം മസാലപ്പൊടി ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ലിങ്കിൽ കയറി ഈ വീഡിയോ കാണണം. എന്നിട്ട് ഈ മസാലപ്പൊടി വീട്ടിലുണ്ടാക്കണം. കാരണം ഇതിൽ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഈ ഗരം മസാലപ്പൊടിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മസാലയായിട്ട് നമ്മൾ ചേർക്കുന്നത്. വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബീഫിൻ്റെ വേവെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് വേവായിരിക്കണം. വെന്ത് പോകരുത് ബിരിയാണിക്ക്. വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബീഫിൻ്റെ അകത്ത് വേവിക്കുമ്പോൾ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഊറ്റിക്കലണം. ആവശ്യത്തിന് വെള്ളം നമുക്ക് വേണ്ടു. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മിക്സാക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ ബീഫ് ബിരിയാണി മസാല റെഡിയായി. അപ്പോൾ നമ്മൾ ആ വേവിച്ച് ഇറച്ചിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് പറ്റി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് നാരങ്ങ നീരൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുരുമുളകും. അപ്പോൾ അതിലേക്ക് നമ്മൾ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കുരുമുളകും കൂടി അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടി ഇടാം. നമ്മുടെ എരിവിൻ്റെ ഒരു തോതനുസരിച്ച് എരിവ് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ കുറച്ചധികം കുരുമുളക് ഇട്ടാൽ കുഴപ്പമില്ല. ഇത് നമ്മൾ വേറെ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. പച്ചമുളകിൻ്റെ ഒരു എരിവും ഈ കുരുമുളകിൻ്റെ ഒരു എരിവും മാത്രമേ ഇതിനുള്ളൂ. അപ്പം എരിവ് അധികം വേണ്ടവർക്ക് കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ബിരിയാണി മസാല ബീഫ് ബിരിയാണി മസാല റെഡിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പുതിന, മല്ലിച്ചപ്പും കൂടി കുറച്ചിട്ട് കൊടുക്കാം. ചോറ് വെക്കാൻ വേണ്ടി പോവാണ്. 1 കിലോ അരിയാണ് വെക്കുന്നത്. അപ്പോൾ 1 കിലോ ഇറച്ചിയാണ് വാങ്ങിയത്. അപ്പോൾ 1 കിലോ അരിക്ക് നമ്മൾ 50
മില്ലി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വന്നു, നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഉള്ളി പൊരിക്കുന്നില്ല, ഈ നെയ്ച്ചോറിൻ്റെ കൂടെ തന്നെ ഈ ഉള്ളി തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 കിലോ അരിക്കാണ് 1.5 ലിറ്റർ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളത്തിൻ്റെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാത്രം കൊണ്ടാണ് അളക്കുന്നത് ആ പാത്രത്തിന് 1.5, 1.1 എന്ന് കണക്ക്. ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് അതേ ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ് വെള്ളം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന 1 കിലോ അരിയാണ്, അപ്പോൾ അതിന് 1.5 ലിറ്റർ വെള്ളമാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ 1.5 ലിറ്റർ വെള്ളമാണ് വെച്ച് അതിന് ആവശ്യത്തിനുള്ള ഉപ്പിടും. അതിലേക്ക് നമ്മൾ ഒരു അരമുറി നാരങ്ങ നീര്, അരമുറി മതി, ഇത്രയും വേണ്ടത്. 1 കിലോ അരിയല്ലേ വെക്കുന്നുള്ളൂ, അപ്പോൾ അരമുറി നാരങ്ങ നീര്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അരി ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇളക്കുന്നത് വെള്ളം പറ്റി വരുന്നതിനനുസരിച്ച് മാത്രം ഇളക്കിയാൽ മതി, ഇളക്കിക്കൊണ്ടിരിക്കരുത്, അരി പൊടിഞ്ഞു പോകും. അപ്പം നമ്മുടെ നെയ്ച്ചോറ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് മൂടി വെക്കാം. അപ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് വെള്ളം പറ്റി നല്ല അടിപൊളിയായിട്ട് വരും. റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ ബിരിയാണി മസാലയിലൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ മസാലയിലോട്ട് നമ്മുടെ നെയ്ച്ചോറിനെ നമ്മൾ മുകളിലേക്ക് ഇട്ടു. ഇനി നമുക്കിതൊന്നും കൂടി ദമ്മിടുവാണ്. അടിയിൽ നിന്ന് മാത്രം തീ കൊടുത്ത്, ചെറിയ തീയിൽ അടിയിൽ നിന്ന് പിന്നെ ചെറിയ തീ കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് ദമ്മിടുക. ഒന്ന് ചൂട് കറ്റണം, ആ മസാലയുടെ ടേസ്റ്റ് പിന്നെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പശു നെയ്യ്, ഒരു 2 സ്പൂൺ അത്രേ വേണ്ടൂ, 2-2.5 സ്പൂൺ അത് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് നമ്മളിട്ട് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ നേരത്തെ ഇട്ടതിൻ്റെ ബാക്കി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇതിൻ്റെ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ നമ്മളിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.